അമേരിക്ക ക്യൂബയെ ആക്രമിച്ചാലേ അവിടെ രക്തപ്രളയം ഉണ്ടാകുമെന്ന് ക്യൂബ പറയുന്നു. മാത്രമല്ല അവരുടെ സൈനിക മേധാവികളെയും മറ്റ് നേതാക്കന്മാരെയൊക്കെ വധിക്കാൻ അമേരിക്ക ഗൂഢാലോചന ഇട്ടു എന്ന ആരോപണം കൂടി വരുന്നു. ക്യൂബയെ സ്വതന്ത്രമാക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിന് എന്ത് തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പക്ഷേ കമ്മ്യൂണിസത്തിന്റെ ഒരു വലിയ ഈറ്റില്ലമായ ക്യൂബ അമേരിക്കയുടെ അടുത്ത് കിടക്കുന്നു. അവിടുത്തെ ഐതിഹാസിക നേതാവ് ഫിഡൽ കാസ്ട്രോയെ 100-ലേറെ തവണ വധിക്കാൻ അമേരിക്ക ശ്രമിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തെ വധിക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ഒരു ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റിയ നേതാവാണ് ഫിഡൽ കാസ്ട്രോ. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സഹോദരൻ റൗൾ കാസ്ട്രോ 94 വയസ്സുകാരനാണ്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുത്തു. ഇപ്പോൾ പറയുന്നത് ഈ കാസ്ട്രോ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരടക്കം അവിടുത്തെ സൈന്യാധിപന്മാരടക്കം പലരെയും അമേരിക്ക വധിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല അവിടെ ഇന്ധനം അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ധനം കിട്ടാനില്ല. 20 മണിക്കൂറൊക്കെയാണ് SKN അവിടെ ലോഡ് ഷെഡിംഗ് ഉള്ളത്. ക്യൂബയുടെ കാര്യത്തിൽ നമ്മുടെ മലയാളികൾക്കൊക്കെ വലിയ താല്പര്യമുള്ള രാജ്യമാണ്. അപ്പോൾ ക്യൂബയെ പിടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. മഡൂറോയെ പിടിച്ചുകൊണ്ടുപോയി ഇറാന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ അടുത്ത ലക്ഷ്യം ക്യൂബ എന്ന തലത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എപ്പോഴും ജനമധ്യത്തിൽ അറിയപ്പെട്ടു നിൽക്കുന്നത്. ഇറാൻ ഓപ്പറേഷൻ ഏതാണ്ട് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ക്യൂബയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്ക ക്യൂബയിൽ ഇടപെടുന്നത് വലിയ തരത്തിലുള്ളതിന് കാരണമാവും. ചൈന തായ്വാനിൽ ഇടപെടാൻ കാത്തിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.